പൂരത്തിന്റെ ഉള്ളിൽ വന്ന ചൂട് നമുക്ക് ഒരു വിഷയമല്ലല്ലോ. പൂരത്തിന്റെ ആവശ്യത്തിലാണ് നമ്മൾ നിൽക്കണേ. പൂരം തകർക്കാൻ വേണ്ടി 10 ദിവസം ലീവിന് വന്നാണ് നമ്മ. ഇടയ്ക്ക് സംഭാരം കുടിക്കുക, ഐസ്ക്രീം കഴിക്കുക. പൊന്നോ സഹിക്കാൻ പറ്റുന്നില്ല, ഒടുക്കത്തെ ചൂടാ. ആനയിട്ട് മാച്ച് ചെയ്യാൻ വന്നു. ആള് തണലത്തേക്ക് പോകാൻ സമ്മതിക്കില്ലേ? ചൂടടിച്ചിട്ട് മുട്ട തലല്ലേ? ചുരൂരല്ലേ, അത് കാണാതെ പിന്നെ വീട്ടിൽ നിന്നിട്ട് എന്തിനാ? റെക്കോർഡ് ചൂടിലാണ് ഇത്തവണ തൃശ്ശൂർ പൂരം. പക്ഷേ ആ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നും ആളുകൾ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പൂരത്തിൻ്റെ ആവേശത്തിനൊപ്പം ചൂടും അതിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. ഏതായാലും വിശറിയും കുടയും ഐസ്ക്രീമും ഒക്കെയായി ഈ പൂരത്തെ, ഈ ചൂടിനെ അവർ അങ്ങനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പൂരടിച്ചു പൊളിക്കാ തന്നെ. ചൂടെങ്ങനെയുണ്ട്? പൂരത്തിന്റെ ഉള്ളിൽ വന്ന ചൂട് നമുക്ക് ഒരു വിഷയമല്ലല്ലോ. കുഴപ്പമില്ല. പൂരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വത്താണ് നമ്മുടെ തൃശ്ശൂരല്ല, എല്ലാ മലയാളികളുടെ പൂരം കാണും, പൂരം വിളംബരം കാണും. 2 ദിവസം എല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ, മൊത്തം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. സഹിക്കാൻ പറ്റണില്ല. പൂരത്തിന്റെ ആവശ്യത്തിലാണ് നമ്മൾ നിൽക്കണേ. ഏയ് തലറിങ്ങി പോയില്ലേ. പൂരം തകർക്കാൻ വേണ്ടി 10 ദിവസം ലീവിന് വന്നാണ് നമ്മ. എവിടുന്ന? കോയിറ്റിന്ന്. ആണോ? ചൂടടിച്ചിട്ട് മുട്ട തലല്ലേ? ചൂട് ഗംഭീര ചൂട്, രക്ഷയില്ല. കണ്ടിട്ടാ പോളോ? ഇവിടെ ഓളരിക്കര, തൃശ്ശൂരുകാരനെ. പൊന്നോ സഹിക്കാൻ പറ്റുന്നില്ല, ഒടുക്കത്തെ ചൂടാ. ഇടയ്ക്ക് സംഭാരം കുടിക്കുക, ഐസ്ക്രീം കഴിക്കുക. തന്നെ കണ്ടിട്ട് തന്നെ പോവുള്ളൂ. എല്ലാ വർഷം വരാറുണ്ട്. തീർച്ചയായിട്ടും കാണാതെ പോകാൻ പറ്റില്ല. ഇതൊരു വികാരല്ലേ. ഞാൻ വയനാട് നിന്നാണ്, അപ്പൊ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം കാണുന്നത്. അതിന്റെ എല്ലാ ആവേശവും ഉണ്ട്. നല്ല ചൂടല്ലേ? ചൂടോ? ചൂട് നല്ല ചൂട് തന്നെയാണ് ഈ സമയത്ത്. നല്ല ചൂട്. ചൂടായാലും കാണും. കണ്ടിട്ട് കാണാൻ വേണ്ടിട്ട് വന്നാണ്. കണ്ടിട്ടേ പോവുള്ളൂ. നാളെ വരും. ചുരൂരല്ലേ, അത് കാണാതെ പിന്നെ വീട്ടിൽ നിന്നിട്ട് എന്തിനാ?